ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്, നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. അപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ കർത്താവ് നമ്മെ ആദരിക്കും. ഒരിക്കൽ കൂടെ ആ വാക്ക് പറയാം. അപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ, തന്നെ സംരക്ഷിക്കുന്ന മകനെ, തനിക്ക് ആവശ്യമായുള്ളത് ചെയ്തു കൊടുക്കുന്ന മകനെ ആദരിക്കുന്നത് പോലെ കർത്താവ് ആദരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, ആമേൻ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ നാം ദൈവനാമ മഹത്വത്തിനായി സ്തോത്രം കർത്താവിന് പ്രസാദമാകുമെണ്ണം ചെയ്താൽ കർത്താവ് നമ്മെ നിശ്ചയമായി ആദരിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ എന്നെ അങ്ങ് ഓർക്കണമേ. ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും കർത്താവ് ഓർത്തു. നോഹയെ ഓർത്തു, ഹന്നായെ ഓർത്തു. അതുപോലെ ഞങ്ങളെയും ഓർക്കണമേ എന്ന് നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ അതുപോലെ പ്രാർത്ഥിച്ചൊരു ഭക്തനായിരുന്നു നെഹെമ്യാവ്. നെഹെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. നെഹെമ്യാവ് ചില കാര്യങ്ങൾ ചെയ്തു. തനിക്ക് വേണ്ടിയല്ല, ജനത്തിനു വേണ്ടി ചെയ്തു. താൻ പറയുന്നു, കർത്താവെ, ഞാൻ ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. സ്തോത്രം. നാം എവിടെയായിരുന്നാലും, നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും, നാം ഇരിക്കുന്ന സേഫ് സോണിൽ നാം ഇരിക്കാതെ, അല്ല എങ്കിൽ ആ സ്ഥാനത്ത് നാം ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, ഇവിടെ നെഹെമ്യാവ് പറയുന്നത് പോലെ ഈ ജനത്തിനു വേണ്ടി നാം ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, നാം അവർക്ക് വേണ്ടി ചെയ്യുന്നത് കർത്താവ് നമുക്ക് നന്മയ്ക്കായിട്ട് ഓർക്കും. നെഹെമ്യാവ് ചെയ്തതൊക്കെയും ദൈവഭയത്തോടെയാണ് ചെയ്തത്. നെഹെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 16-ാം വചനത്തിൽ, ആമേൻ, 17-ാം വചനത്തിലൊക്കെ നാം വായിക്കുന്നു, ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നെഹെമ്യാവ് ചെയ്തില്ല. പല കാര്യങ്ങളിൽ വ്യത്യസ്തനായിരുന്നു. അതെ, നാം എവിടെയെങ്കിലും വ്യത്യസ്തതയുള്ളവരായാണോ നിൽക്കുന്നത്? ദൈവഭയത്തോടെയാണോ നിൽക്കുന്നത്? ദൈവഭയത്തോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? കർത്താവ് നമ്മെ നന്മയ്ക്കായിട്ട് ഓർക്കും. നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് നമ്മെ നിശ്ചയമായി ഓർക്കുക തന്നെ ചെയ്യും. ദൈവഭയത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു നെഹെമ്യാവ്. മാത്രമല്ല, ആരംഭഘട്ടത്തിൽ നാം വായിക്കുന്നു, നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ, നെഹെമ്യാവ് ശൂഷൻ രാജധാനിയിലിരിക്കുന്നു. എന്നാൽ തനിക്ക് പെട്ടെന്ന് ഒരു ഭാരം വന്നു. തൻ്റെ സഹോദരന്മാരൊരുത്തനായ ഹനാനായും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതേ, താൻ ശൂഷൻ രാജധാനിയിലിരിക്കുക. തനിക്ക് യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തനിക്കത് ചോദിച്ചിട്ട് യാതൊരു നന്മയും ലഭിക്കുവാനും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തനിക്ക് യാതൊരു നന്മയും ലഭിക്കത്തുമില്ല. എന്നാലും താൻ അത് ചെയ്തു. പ്രിയ ദൈവമക്കളെ, യാതൊരു നന്മയും പ്രതീക്ഷിക്കാതെ, യാതൊരു മാന്യതകളും പ്രതീക്ഷിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി, ദൈവം ഇടപെടുന്നതിനനുസരിച്ച് ദൈവഭയത്തോടെയാണോ ദൈവഭക്തിയോടെയാണോ നാം കാര്യങ്ങൾ ചെയ്യുന്നത്? കർത്താവ് നമ്മെ ആദരിക്കും, നമ്മെ നന്മയ്ക്കായിട്ട് ഓർക്കും. മാത്രമല്ല, നെഹെമ്യാവിൻ്റെ പുസ്തകം അതേ 1-ാം അധ്യായം
4, 5, 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല നെഹെമ്യാവ് കരഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. താൻ കരഞ്ഞത് യഹൂദന്മാരെക്കുറിച്ച്. അതെ, അങ്ങനെ ആരെങ്കിലും സ്വന്തം കാര്യം, അതായത് എന്നെക്കാളും ഉപരി. പ്രൈസ് ദി ലോർഡ്. നെഹെമ്യാവിന് അവിടെ കരയുവാനുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ നെഹെമ്യാവിന് യഹൂദന്മാരെക്കുറിച്ച് ഒരു ചിന്ത. കരയുന്നു, ഉപവസിക്കുന്നു, ആമേൻ, സ്തോത്രം, പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാപങ്ങളെയും മറ്റുള്ളവരുടെ പാപങ്ങളെയും കൂടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് ആ നെഹെമ്യാവിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നെഹെമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിലൊക്കെ നാം വായിക്കുന്നു. നെഹെമ്യാവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നു. അപ്പോൾ പലരും ഭയപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അതും നെഹെമ്യാവ് ദൈവത്തോട് പറയുന്നു. കർത്താവ് അതും ഓർത്തു. സംഭവിച്ചത് എന്തെന്നറിയാവോ? എങ്ങനെയാണ് കർത്താവ് നന്മയ്ക്കായിട്ട് ഓർത്തത്? തൻ്റെ ജീവിതത്തിൽ വന്നതൊക്കെയും കർത്താവ് നന്മയ്ക്കായിട്ട് മാറ്റി. താൻ പുറകോട്ട് ചിന്തിച്ചാൽ താൻ ശൂഷൻ രാജധാനിയിലിരുന്നാൽ മതിയായിരുന്നു. ഇത്രയും പ്രതിസന്ധികൾ തനിക്ക് അനുഭവിക്കേണ്ടതായിരുന്നു. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിലൊക്കെ നോക്കുമ്പോൾ പലർക്കും അനിഷ്ടമായി മാറുന്നു. നെഹെമ്യാവ്, പ്രൈസ് ദി ലോർഡ്, 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ പുറപ്പെടുന്ന നെഹെമ്യാവ്, ആമേൻ, സ്തോത്രം, നിന്ദിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. എന്നാൽ കർത്താവ് നെഹെമ്യാവിനെ നന്മയ്ക്കായിട്ട് ഓർത്തു. അതെ, നമ്മെക്കാളും ഉപരി ദൈവം നമ്മെ നടത്തിപ്പിനനുസരിച്ച് നാം മറ്റുള്ളവർക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതാരായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കായിക്കോട്ടെ, ശുശ്രൂഷാതലങ്ങളിലായിക്കോട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിലായിക്കോട്ടെ, ദൈവസന്നിധിയിൽ ദൈവഭയത്തോടും ദൈവഭക്തിയോടുമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കർത്താവ് നന്മയ്ക്കായിട്ട് നമ്മെ ഓർക്കുക തന്നെ ചെയ്യും. 6-ാം അധ്യായം അതിൻ്റെ 16, 17 വചനങ്ങളിൽ നാം വായിക്കുന്നു. കർത്താവ് നന്മയ്ക്കായിട്ട് ഓർത്തപ്പോൾ നടന്ന അത്ഭുതം. അതുവരെ ഭയപ്പെടുത്തിയവർ ഭയപ്പെട്ടുപോയി. അതുവരെ നിസ്സാരനാക്കിയവർക്ക് അവർ സ്വയം അല്പന്മാരായി തോന്നി. സ്തോത്രം. ദൈവം പ്രവൃത്തി ചെയ്തു. അതേ, നാം രഹസ്യത്തിൽ നമ്മെ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എങ്ങനെയുള്ളവരായിരിക്കുന്നു? നാം എങ്ങനെയാണ് ചെയ്യുന്നത്? സ്തോത്രം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വചനത്തിൽ വായിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ചെയ്യുന്നതൊക്കെയും മനസ്സോടെ കർത്താവിനെന്ന പോലെ ചെയ്താൽ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. അടുത്ത് നാം വായിക്കുന്ന, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് ആർക്കായിരുന്നാലും മുഖപക്ഷങ്ങൾ ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ആയതിനാൽ നാം പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതായിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്, ഒരു ഭാരം തോന്നി, വേദന തോന്നി, കണ്ണുനീര് തോന്നി, ദൈവിക നടത്തിപ്പനുസരിച്ച് നാം ചെയ്യുന്നതൊക്കെയും കർത്താവ് നന്മയ്ക്കായിട്ട് ഓർത്ത് നമ്മെ ആദരിക്കുന്ന, നമ്മെ മാനിക്കുന്ന ഒരു ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. ആയതിനാൽ ഇനിയും കർത്താവിന് വേണ്ടി അധികമായി നമുക്ക് ചെയ്യാം. മനുഷ്യർക്കെന്നതുപോലെയല്ല, ദൃഷ്ടിസേവകളാലല്ല, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ രഹസ്യ ജീവിതത്തെ കാണുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവേ ഓർത്ത്
നന്മയ്ക്കായിട്ട് ഓർത്ത് ദൈവം ആദരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് മാനിക്കണമേ. ദൈവം ഓർത്ത് ആദരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല ഗുണകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.